വെൽക്കം ടു CSCB ആൻഡ് PSC മാസ്റ്റർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രജിസ്ട്രേഷനെ സംബന്ധിച്ചാണ്. അപ്പോൾ CSCB ജൂനിയർ ക്ലർക്ക്, സെക്രട്ടറി തുടങ്ങിയ എക്സാംസിന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതുപോലെ നമ്മളിനി ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിനുള്ള കോച്ചിങ് കൂടി ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി എല്ലാവരും ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുന്നു. രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗം. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഷനെ സംബന്ധിച്ച് കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് ആദ്യം തന്നെ കാണാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്, cooperative societies in Kerala are registered as per section dash of Cases Act. അതായത് സെക്ഷൻ 7 ഓഫ് കേസസ് ആക്ട് 1969 പ്രകാരമാണ് കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് സെക്ഷൻ 7 ഓഫ് കേസസ് ആക്ട് 1969 പ്രകാരമാണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, പഠിച്ചു വയ്ക്കുക. അടുത്തത്, മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ഫോർ രജിസ്റ്ററിങ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് 25 ആണ്. ഓക്കെ, കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ രജിസ്ട്രേഷന് വേണ്ടിയുള്ള മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് 25 പേര്. 25 പേരും ഡിഫറെൻറ്റ് ഫാമിലീസിൽ നിന്ന് ആയിരിക്കണം എന്നുള്ളൊരു നിബന്ധനയുമുണ്ട്. അതുപോലെ ഹാൻഡിക്രാഫ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസിന് 10 പേര് മതി. ഓക്കെ, അപ്പോൾ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ടു രജിസ്റ്റർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് 25. അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ് അതുപോലെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസിന് 10 പേര് മതി എന്നാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് കമ്മിറ്റി ഫോംഡ് ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡാഷ്. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യപ്പെടാൻ വേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കുകയും അതുപോലെ രജിസ്ട്രേഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആൾക്കാരുടെ പേരാണ് പ്രൊമോട്ടേഴ്സ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ആദ്യത്തെ ആ ഒരു ഗ്രൂപ്പിന് പറയുന്ന പേരാണ് പ്രൊമോട്ടേഴ്സ്. ഈ പ്രൊമോട്ടേഴ്സിന് ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ പേരാണ് പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി. ഓക്കെ, ഈ പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി അവര് ഒരു ചെയർമാനെ അല്ലെങ്കിൽ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കും. അദ്ദേഹമാണ് ചീഫ് പ്രൊമോട്ടർ. ഓക്കെ, പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി, ചീഫ് പ്രൊമോട്ടർ, ഇത് മൂന്നും വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഈ പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി എന്ന് നമ്മൾ കണ്ടു. ഈ പ്രൊമോട്ടേഴ്സ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം അത് നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് 3 to 5 members. അതായത് പ്രൊമോട്ടേഴ്സ് കമ്മിറ്റിയിലെ മെമ്പേഴ്സിന്റെ എണ്ണമാണ് 3 to 5. 3 മുതൽ 5 വരെയുള്ള നമ്പറാണ് സാധാരണയായിട്ട് പ്രൊമോട്ടേഴ്സ് കമ്മിറ്റിയിൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ചീഫ് പ്രൊമോട്ടറിനെയാണ് രജിസ്ട്രാർ ഈ ചീഫ് പ്രൊമോട്ടറിനെയാണ് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കുവാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണ് ചീഫ് പ്രൊമോട്ടർ. രജിസ്ട്രാർ ചീഫ് പ്രൊമോട്ടറിനെയാണ് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇത് 3 മാസത്തിനകം 3 months 3 മാസം സമയപരിധി ഉണ്ട് ഈ ഫസ്റ്റ് ജനറൽ ബോഡി വിളിക്കാൻ.
ഈ 3 മാസത്തിനുള്ളിൽ ഈ ചീഫ് പ്രൊമോട്ടർ ഈ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചില്ലെങ്കിൽ അതിന് പകരമായിട്ട് രജിസ്ട്രാർ ഏർപ്പെടുത്തിയിരിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു ജനറൽ ബോഡി വിളിക്കാൻ സാധിക്കും എന്നാണ് നിയമത്തിൽ പറയുന്നത്. ചീഫ് പ്രൊമോട്ടർ 3 മാസത്തിനുള്ളിൽ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചില്ലെങ്കിൽ രജിസ്ട്രാർ അതിന് പകരം ചുമതലപ്പെടുത്തിയ ആൾക്ക് ഈ ഒരു ഫസ്റ്റ് ജനറൽ ബോഡി വിളിക്കുവാൻ ഉള്ള ഒരു റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പവർ ഉണ്ട് എന്നുള്ളത് നിയമത്തിൽ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനെ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇപ്പം പറയുകയാണ്. ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷന്റെ കൂടെ കുറച്ച് ഡോക്യുമെന്റ്സ് എൻക്ലോസ് ചെയ്യണം. ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ documents enclosed. ഓക്കെ, ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ്റെ കൂട്ടത്തിൽ എൻക്ലോസ് ചെയ്യേണ്ട ചില ഡോക്യുമെന്റ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 3 copies ഓഫ് പ്രൊപ്പോസ്ഡ് ഡ്രാഫ്റ്റ് ബൈലോ. അതായത് ഞങ്ങൾ ഈ ഒരു ബൈലോയാണ് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്ന, ഞങ്ങൾ നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ബൈലോ, അതിൻ്റെ 3 കോപ്പി ഈ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ്റെ കൂടെ എൻക്ലോസ് ചെയ്യണം. അതുപോലെ തന്നെ ക്രെഡിറ്റ് ബാലൻസ്, ബാങ്ക് സർട്ടിഫിക്കറ്റ് ഷോയിങ് ക്രെഡിറ്റ് ബാലൻസ്, അതായത് ബാങ്കിലെ ക്രെഡിറ്റ് ബാലൻസിനെ സംബന്ധിച്ചിട്ടുള്ള ബാങ്ക് സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ ലിസ്റ്റ് ഓഫ് പേഴ്സൺ ഹു കോൺട്രിബ്യൂട്ടഡ് ടു ദ ഷെയർ ക്യാപിറ്റൽ, ലിസ്റ്റ് ഓഫ് persons who contributed to share capital. ഓക്കെ, ഇതിൻ്റെ ഒരു 2 കോപ്പീസ്. അതായത് ഷെയർ ക്യാപിറ്റലിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ ലിസ്റ്റ്, അതിൻ്റെ 2 കോപ്പീസ്. അതുപോലെ any other documents docs. ഓക്കെ, മറ്റ് ഡോക്യുമെന്റുകൾ അത് രജിസ്ട്രാർ പറയുന്ന മുറയ്ക്ക് ഹാജരാക്കണം. എങ്കിലും ഈ ഒരു 3 കാര്യങ്ങൾ എൻക്ലോസ് ചെയ്യണം. പ്രധാനമായും ഈ 3 കാര്യങ്ങൾ പഠിക്കുക. അതുപോലെ നമ്മൾ കണ്ട ഇത്രയും പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിക്കുക. ഇനി നമ്മൾ കാണുന്നത് ഫീസ് ഫോർ രജിസ്ട്രേഷനെ കുറിച്ചാണ് നമ്മൾ ഇനി കാണുന്നത്. ഇത്ര പറഞ്ഞ കാര്യങ്ങൾ എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് കാണുന്നത് ഫീസ് ഫോർ രജിസ്ട്രേഷനെ സംബന്ധിച്ചാണ്. ഓക്കെ, ഫീസ് ഫോർ രജിസ്ട്രേഷൻ. ഫീസ് ഫോർ രജിസ്ട്രേഷനെ കുറിച്ചാണ് കാണുന്നത്. അപ്പോൾ ഏരിയ ഓഫ് ഓപ്പറേഷനെ ബേസ് ചെയ്താണ് based on area of operation. ഏരിയ ഓഫ് ഓപ്പറേഷനെ ബേസ് ചെയ്താണ് ഫീസ് നിശ്ചയിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ തിരിക്കാം. വിതിൻ എ താലൂക്ക്, വിതിൻ എ താലൂക്ക്, ഒരു താലൂക്കിനുള്ളിലാണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ എങ്കിൽ അത്തരത്തിലുള്ള സൊസൈറ്റികൾക്ക് ഫീസ് എന്ന് പറഞ്ഞാൽ 2000 രൂപയാണ്. ₹2000 ഒരു താലൂക്കിനുള്ളിലാണെങ്കിൽ 2000 രൂപ. ഇനി ഒരു താലൂക്കിൽ കൂടുതലാണ്, എന്നാൽ ഒരു ഡിസ്ട്രിക്റ്റിൽ താഴെയാണെങ്കിൽ above 1 താലൂക്ക് ലെസ് ദാൻ ഡിസ്ട്രിക്റ്റ്, above 1 താലൂക്ക് ലെസ് ദാൻ ഡിസ്ട്രിക്റ്റ്, അങ്ങനെ ഉണ്ടെങ്കിൽ
4000 രൂപയാണ്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ടു വൺ ഡിസ്ട്രിക്ട്. ലിമിറ്റഡ് ടു വൺ ഡിസ്ട്രിക്ട്, ഒരു ജില്ലയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു ജില്ലയ്ക്ക് പുറത്തു പോകുന്നില്ല, ഒരു ജില്ല അങ്ങനെ ഉണ്ടെങ്കിൽ 5000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. ഇനി മോർ ദാൻ വൺ ഡിസ്ട്രിക്ട്, മോർ ദാൻ വൺ ഡിസ്ട്രിക്ട്, ഒരു സൊസൈറ്റിയുടെ പ്രവർത്തന പരിധി മോർ ദാൻ വൺ ഡിസ്ട്രിക്ട് ആണെങ്കിൽ അതിൻ്റെ ഫീസ് 10000 രൂപ. ഓക്കെ. ഇനി കാണുന്ന സ്പെഷ്യൽ രണ്ട് സൊസൈറ്റിയുടെ ഫീസും കൂടെ പറയുകയാണ്. വുമൺ അല്ലെങ്കിൽ SC/ST സൊസൈറ്റീസ്. വുമൺ SC/ST സൊസൈറ്റീസിന് 500 രൂപയാണ് ഫീസ്. അതുപോലെ തന്നെ സ്റ്റുഡൻറ് സ്കൂൾ അല്ലെങ്കിൽ സ്കൂൾ സൊസൈറ്റീസിൻ്റെ ഫീസ് 100 റുപ്പീസാണ്, 100 രൂപ. നമ്മൾ കണ്ടു, വിതിനെ താലൂക്ക് ആണെങ്കിൽ 2000 രൂപ, എബോവ് വൺ താലൂക്ക് ലെസ് ദാൻ ഡിസ്ട്രിക്ട് ആണെങ്കിൽ 4000 രൂപ, ലിമിറ്റഡ് ടു വൺ ഡിസ്ട്രിക്ട് ആണെങ്കിൽ 5000 രൂപ, മോർ ദാൻ വൺ ഡിസ്ട്രിക്ട് ആണെങ്കിൽ 10000 രൂപ, വുമൺ SC/ST സൊസൈറ്റീസിന് 500 രൂപ, സ്കൂൾ സൊസൈറ്റീസിന് 100 രൂപ. അപ്പോൾ ഇതാണ് ഫീസ് ഫോർ രജിസ്ട്രേഷനെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഓക്കെ, ഇത് നിർബന്ധമായി പഠിക്കേണ്ടതാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് പ്രധാനപ്പെട്ട സെക്ഷൻസ്, രജിസ്ട്രേഷനെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സെക്ഷനാണ് ഇനി കാണാൻ പോകുന്നത്. ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് relating to registration. ഓക്കെ, പ്രധാനപ്പെട്ട രജിസ്ട്രേഷനെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സെക്ഷൻസ്. സെക്ഷൻ 3 അത് രജിസ്ട്രാറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സെക്ഷനാണ്. അതുപോലെ തന്നെ സെക്ഷൻ 6 പ്രധാനപ്പെട്ടത് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. ഓക്കെ, അതുപോലെ സെക്ഷൻ 7 അത് രജിസ്ട്രേഷനാണ്. സെക്ഷൻ 7 രജിസ്ട്രേഷൻ. സെക്ഷൻ 8 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. കൺക്ലൂസീവ് എവിഡൻസ് ആണ് ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. രജിസ്ട്രേഷൻ്റെ കൺക്ലൂസീവ് എവിഡൻസ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഓക്കെ, സെക്ഷൻ 8. സെക്ഷൻ 74 cancellation of registration. ഇത്രയും സെക്ഷൻസ് പ്രധാനപ്പെട്ട സെക്ഷൻസ് ആണ്. രജിസ്ട്രേഷനെ സംബന്ധിച്ച് പ്രധാനമായും പഠിച്ചിരിക്കേണ്ട സെക്ഷൻസ് ആണ്. ഇവ നിർബന്ധമായും എല്ലാവരും പഠിക്കുവാൻ ശ്രമിക്കുക. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് റൂൾസ് ആണ്. ഇമ്പോർട്ടൻ്റ് റൂൾസ് റിലേറ്റിംഗ് ടു രജിസ്ട്രേഷൻ. ഇമ്പോർട്ടൻ്റ് റൂൾസ് റിലേറ്റിംഗ് ടു രജിസ്ട്രേഷൻ. അതിൻ്റെ നമ്മൾ ആദ്യം കാണുന്നത് റൂൾ 3. റൂൾ 3 എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആണ്. റൂൾ 3 റിലേറ്റഡ് ടു ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. അപ്പം നമ്മൾ സെക്ഷനകത്ത് കണ്ട ഈ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 6 ആയിരുന്നു, അത് റൂൾ 3 ആണ്. സെക്ഷൻ 6ഉം ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആണ്. റൂൾ 3 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. രണ്ട് നമ്മൾ കാണുന്നത് റൂൾ 4. റൂൾ 4 റിലേറ്റഡ് ടു രജിസ്ട്രേഷൻ. അത് നമ്മൾ സെക്ഷൻ 7നകത്ത് കണ്ടതാണ്. സെക്ഷൻ 7നകത്തും രജിസ്ട്രേഷനെ സംബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ റൂൾ 5
സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ. സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന റൂളാണ് റൂൾ 5. അതുപോലെ റൂൾ 6 അത് പ്രധാനപ്പെട്ട റൂളാണ്. റൂൾ 6 മോഡൽ ബൈലോ. മോഡൽ ബൈലോയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന റൂളാണ് റൂൾ 6. റൂൾ 7 കുറിച്ച് പറഞ്ഞിരിക്കുന്ന കമൻസ്മെന്റ് ഓഫ് വർക്കിനെ കുറിച്ചാണ്. റൂൾ 7 കമൻസ്മെന്റ് ഓഫ് വർക്ക്. കമൻസ്മെന്റ് ഓഫ് വർക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന റൂളാണ് റൂൾ 7. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് വളരെ പ്രധാനപ്പെട്ട 2 റൂളുകളാണ്. റൂൾ 8. റൂൾ 8 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ജനറൽ ബോഡി. ഇത് പ്രധാനപ്പെട്ട റൂളാണ്. റൂൾ 8 ഫസ്റ്റ് ജനറൽ ബോഡിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. റൂൾ 8A നെക്സ്റ്റ് പ്രധാനപ്പെട്ടാണ്. റൂൾ 8A ആനുവൽ ജനറൽ ബോഡി. ആനുവൽ ജനറൽ ബോഡി. ഓക്കെ, അപ്പോൾ റൂൾ 8 പ്രധാനപ്പെട്ടതാണ്. അതുപോലെ റൂൾ 6 വളരെ പ്രധാനപ്പെട്ടതാണ്. റൂൾ 5 പ്രധാനപ്പെട്ടതാണ്. 3, 4 പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ റൂൾസ് നിർബന്ധമായി പഠിക്കുക. റൂൾസ് എല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്. രജിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം റൂളുകൾ വളരെ പ്രധാനപ്പെട്ട റൂൾസ് ആണ്, നിർബന്ധമായും പഠിക്കുക. ഇനി ഇവിടെ തന്നെ ഞാൻ എഴുതുകയാണ് 2 പ്രധാനപ്പെട്ട ഫോമുകളാണ്. ഫോം 1. ഫോം 1 എന്ന് പറഞ്ഞാൽ അത് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഫോമാണ്. ഫോം 1 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. അതുപോലെ ഫോം 3 അത് സർട്ടിഫിക്കറ്റ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യുന്നത് ഫോം 3-ലാണ്. ഫോം 1-ലാണ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ നൽകേണ്ടത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട റൂൾസ് നമ്മൾ കണ്ടു, സെക്ഷൻസ് കണ്ടു, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് റിലേറ്റഡ് ടു രജിസ്ട്രേഷൻ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം തന്നെ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസിൻ്റെ ക്ലാസ്സുകളും കൂടി ആരംഭിക്കുന്നു. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതിന് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.